ഉന്നയിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, സുന്നികളും മുജാഹിദുകളും തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയെ സംബന്ധിച്ചാണ്. സുന്നികൾ പറയുന്നു, അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അതേപോലെ തന്നെ മമ്പുറത്തും പുത്തമ്പള്ളിയിലും മടവൂരിലും കിടത്തിയിട്ടിരിക്കുന്ന ആളുകളോട് പോയി അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലത്തെ സഹായം നമുക്ക് ചോദിക്കാം. മുജാഹിദ് വിഭാഗം പറയുന്നു, അള്ളാഹുവിനോട് മാത്രമേ നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റൊരാളോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുകയില്ല എന്ന്. എനിക്ക് മനസ്സിലാകുന്നത് വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും മുജാഹിദ് പക്ഷത്തിൻ്റെതാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവരോടൊപ്പമാണ് ഖുർആനും സുന്നത്തും നിൽക്കുന്നത്. വിശുദ്ധമായ ഖുർആനു ശരീഫ് വളരെ വ്യക്തമായി കൊണ്ട് നമ്മോട് പറയുകയാണ്, ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും. വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല, ഇനി അവർ കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം നൽകാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഇതൊക്കെ മുജാഹിദ് വിഭാഗത്തിൻ്റെതാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവർ പറയുന്ന നിലപാടാണ് ശരി. മറിച്ച് സുന്നികൾ മുജാഹിദ് വിഭാഗത്തെ വിമർശിക്കുകയും അതേപോലെ തന്നെ പച്ചക്കള്ളം സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ പറഞ്ഞ് പരത്തുകയാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ചോദ്യത്തിൽ ചെറിയൊരു തെറ്റുണ്ട്. അതായത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ, അമ്പിയാക്കൾ ഔലിയാക്കളോടൊക്കെ സഹായം ചോദിക്കുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞെടുത്ത് ചെറിയൊരു തകരാറുണ്ട്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല മുജാഹിദുകൾ. അവരിപ്പോ ജിന്നുകളോടും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? ഇല്ല, ഇപ്പൊ പുതിയതായിട്ട് അങ്ങനെ ഉണ്ട്. തൗഹീദിൽ ഇപ്പൊ അങ്ങനെ ഒന്നുണ്ട്. ജിന്നുകളോട് ചോദിക്കുന്നതിന് വിരോധമല്ല, അതുപോലെ മലക്കുകളോട് ചോദിക്കുന്നതിന് വിരോധമല്ല. തൗഹീദിന്റെ നിർവചനമൊക്കെ മറിഞ്ഞല്ലോ, ഒക്കെ മാറി മറിഞ്ഞല്ലോ. പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ നിർവചനം മറിഞ്ഞു. ഇബാദത്തിന്റെ നിർവചനം മുമ്പ് പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരണപ്പെട്ടവരോടോ സഹായമർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായാർത്ഥന പാടില്ല എന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്ന നിർവചനം. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നിർവചനം മാറി. അതെന്താ പുതിയ നിർവചനം? സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കലാണ് ശിർക്ക്. അപ്പൊ മനുഷ്യ കഴിവ് മാറി സൃഷ്ടികളുടെ കഴിവാകാൻ കാരണം എന്താ? ജിന്നിന്റെ ഒക്കെ സഹായം ഞങ്ങൾക്കും വേണം, പിശാചിന്റെ ഒക്കെ സഹായം ഞങ്ങൾക്കും വേണം, മലക്കുകളുടെ സഹായം കിട്ടിയാൽ തിരക്കടില്ല എന്നൊക്കെ മുജാഹിദ് മൗലവിമാർക്ക് തോന്നിയപ്പോഴാണ് ഈ നിർവചനം മനുഷ്യ കഴിവ് എന്നത് മാറി സൃഷ്ടികളുടെ കഴിവ് എന്നതിലേക്ക് വ്യാപിച്ചത്. അപ്പൊ ചോദ്യത്തിൽ അത്തിരുത്ത് വരുത്തണം. എല്ലാ സൃഷ്ടികളോടും സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് മുജാഹിദ് പറയുന്നില്ല. മുജാഹിദ് പറയുന്നത് മുഹിയുദ്ദീൻ ശൈഖിനോട് പറ്റൂല, റിഫായി ശൈഖിനോടും പറ്റൂല, ഒമ്പർത്ത തങ്ങളോട് പറ്റൂല, ബദരീങ്ങളോട് പറ്റൂല, അതൊന്നും പറ്റൂല. പിന്നെ നമ്മളെ ഇഫ്രീത്ത് ജിന്നിനോട് പറ്റും, ജിന്നിനോട് പറ്റും, മലക്കിനോട് പറ്റും എന്ന കാഴ്ചപ്പാടിൽ SYSന്റെയും SSFന്റെയും പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായി കേരളത്തിലെ മുജാഹിദ് മൗലവിമാരെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുവെന്ന് വിനയപുരസ്സരം പറയുവാൻ കേരളത്തിലെ മുജാഹിദുകൾ ഞങ്ങളെ അനുവദിക്കേണ്ടിയിരിക്കുന്നു. അത് പ്രബോധനത്തിന്റെ നേട്ടം തന്നെയാണ്. അപ്പൊ അതൊന്ന് ഒരു തിരുത്തുണ്ട്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഖുർആനും സുന്നത്തൊക്കെ മുജാഹിദിന്റെ ഒപ്പാണ്. ഖുർആനും സുന്നത്തൊക്കെ മുജാഹിദിന്റെ കൂടെയാണ്, ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെയാണ്. അവിടെ എനിക്ക് ചെറിയൊരു സംശയം. 1920കളിലാണല്ലോ മുജാഹിദ് വന്നത്. അതിന്റെ മുമ്പ് ഖുർആൻ ആരോപ്പേനി എനിക്ക് തിരിയണില്ല. 920ലാണല്ലോ മുജാഹിദ് വന്നത്, അല്ലെ കേരളത്തിൽ? അതേപോലെ ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും വലിയ വഴക്കമില്ല, അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് വർഷങ്ങൾ. അപ്പൊ അവര് വരുന്നവരെ ഖുർആൻ ആരോപ്പായിരുന്നു, സുന്നത്തൊപ്പായിരുന്നു, സുന്നത്താരോപ്പായിരുന്നു. ഈ മുജാഹിദും ജമാഅത്തും വരുന്നതിന് മുമ്പ് ഖുർആൻ ആരുടെ കൂടെയായിരുന്നു, സുന്നത്ത് ആരുടെ കൂടെയായിരുന്നു? അവരെ കൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും. മനസ്സിലായോ? അന്ന് ഖുർആനും സുന്നത്തും ആരുടെ കൂടെയായിരുന്നോ അവരുടെ കൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും. അന്ന് അഹ്ലുസുന്നന്റെ കൂടെയായിരുന്നു. കാരണം എന്തേ? അഹ്ലുസുന്ന എന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ അഹ്ലുസുന്നയാണ്. കാരണം എന്തേ? അഹ്ലുസുന്നയോടൊപ്പമാണ് അന്ന് ഖുർആൻ നിന്നത്, അന്ന് സുന്നത്ത് നിന്നത്.
ഇനി പിന്നെ ഇസ്തിഗാസയുടെ കാര്യം എത്രയായി സുഹൃത്തുക്കളെ വിശദീകരിക്കുന്നു. എത്ര മുഖാമുഖങ്ങളിൽ, ഇവിടെ നടന്ന ഖണ്ഡന പ്രസംഗങ്ങളിൽ, ഒരുപാട് പ്രഭാഷണ വേദികളിൽ പറഞ്ഞതാണ്. എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അള്ളാഹുവിന്റെ ഖുർആൻ ഇസ്തിഗാസ ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നാണ് ചോദ്യത്തിൽ സൂചിപ്പിച്ചത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. എല്ലാ സ്റ്റേജിലും മുജാഹിദ് ഓതുന്ന ആയത്തന്നെ. അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. കേട്ടാൽ തന്നെ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ അവരതിന് ഉത്തരം ചെയ്യുകയില്ല. ആരാണീ അവര്? ഇൻ തദ്ഉഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ. ആരെ വിളിച്ചാൽ? ജലാലൈനി തൊട്ട് ചെറുതും വലുതുമായ മുഴുവൻ തഫ്സീർ ഗ്രന്ഥങ്ങളിലും കാണാം ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഐ അൽ അസ്നാമ, ബിംബങ്ങളെ. ബിംബങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ബിംബങ്ങൾ ഉത്തരം നൽകുകയില്ല. ശരിയാണല്ലോ, ബിംബം എന്ന് പറഞ്ഞാൽ കല്ലല്ലേ. കല്ലുണ്ടോ? ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. മരക്കഷ്ണമുണ്ടോ? ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. അപ്പോൾ ബിംബങ്ങളും കല്ലുകളും, ആ ബിംബങ്ങളെയോ കല്ലുകളെയോ നിങ്ങൾ വിളിച്ചാൽ ആ ബിംബങ്ങളും കല്ലുകളും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. ഇത് ഖുർആൻ പറഞ്ഞു, ശരിയാണത്, നമ്മളും സമ്മതിക്കുന്നു. അതുകൊണ്ടാണല്ലോ ബിംബാരാധന നടത്തുന്നത് ശിർക്കാണെന്നും തൗഹീദ് വിരുദ്ധമാണെന്നും തെറ്റാണെന്നും നമ്മൾ പറയാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് ആ ആയത്ത് മാത്രമല്ല, അതുപോലെ കേരളത്തിലെ മുജാഹിദുകൾ ഇസ്തിഗാസക്കെതിരെ ഓതിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആയത്തുകളുടെയും സ്ഥിതി അതാണ്. മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അത് ഇബാദത്തിന്റെ ഭാഗമാണ്, അവർക്കുള്ള ആരാധനയാണ്, അതുകൊണ്ട് ശിർക്കാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരൊറ്റ ആയത്തോ ഒരു ഹദീസോ കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ 80 കൊല്ലക്കാലമായി അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. ഇവിടെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, പരിസരത്ത് ആർക്കും വരാം. അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ അത് അവർക്കുള്ള ആരാധനയാണ്, ആരാധനയായതുകൊണ്ട് അത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു ഖുർആൻ വാക്യമോ ഹദീസ് വാക്യമോ ഉദ്ധരിക്കുവാൻ ആർക്കാണ് സുഹൃത്തുക്കളെ സാധിക്കുക? ബിംബാരാധനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബിംബങ്ങൾക്ക് ആരാധന ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ സുന്നികൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ആശയമാണ്. അത് കേരളത്തിലെ സുന്നികൾ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം തൊട്ട് മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്ന പണ്ഡിതന്മാരും സാദാത്തുക്കളും ആലിമീങ്ങളും നേതാക്കളും എന്നും എല്ലാ ശക്തിയും ഉപയോഗിച്ച് എതിർത്തു വന്ന ആശയമാണ്. അതേസമയം കേരളത്തിലെ മുജാഹിദുകൾ ഇപ്പോൾ ചെയ്ത തന്ത്രം എന്താണ്? അവര് ഇസ്തിഗാസയെ ഇബാദത്തായി വേഷം കെട്ടിച്ചു. ഇസ്തിഗാസയെ ഇബാദത്തായി വേഷം കെട്ടിച്ചു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഇസ്തിഗാസയെ പ്രാർത്ഥനയായി വേഷം കെട്ടിച്ചു. ഇസ്തിഗാസക്ക് പ്രാർത്ഥനയുടെ വേഷം കെട്ടിക്കൊടുത്തു. എന്നിട്ടൊരു മൗലവി സാഹിബ് അടുത്ത കാലത്ത് പറഞ്ഞത്, അദ്ദേഹം ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല, അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു ചോദ്യം ചെറുതാണ്, ഉത്തരം വലുതാണ്. അത് സ്വാഭാവികമാണ്. ചോദ്യം എപ്പോഴും ചെറുതായിരിക്കും, ഉത്തരം വലുതായിരിക്കും. അങ്ങനെയാണല്ലോ. നമ്മൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോയാൽ അല്ലെങ്കിൽ ദർസിൽ പരീക്ഷയ്ക്ക് പോയാൽ ചോദ്യം എത്ര പേജാണ്ടാകാം? 1 പേജ് അല്ലെങ്കിൽ 1/2 പേജ്. ഉത്തരം എത്ര പായക്കടലാസാ? അപ്പൊ അതങ്ങനെ തന്നെയാണ്. ഉത്തരം വലുതായിരിക്കും, ചോദ്യം ചെറുതായിരിക്കും. അതതിന്റെ സ്വഭാവമാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. ഇസ്തിഗാസ എന്നതിന് പ്രാർത്ഥനയുടെ വേഷം കെട്ടിച്ചു. എന്നിട്ട് പ്രാർത്ഥനയ്ക്കൊരു നിർവചനം പറഞ്ഞു, ഇബാദത്തിനൊരു നിർവചനം പറഞ്ഞു. ഇബാദത്തിന് ഒരു മൗലവി നിർവചനം പറയാൻ വേണ്ടി നമ്മളെ വിളിച്ചു. എവിടേക്ക് അറിയോ? താമരശ്ശേരി ചുരത്തിന്റെ 6ാം വളവുക്ക്. താമരശ്ശേരി ചുരത്തിന്റെ 6ാം വളവുക്ക് വിളിച്ചു.